ഹായ് ഹലോ, ഇതേ കോട്ടയം KSRTC ബസ് സ്റ്റാൻഡാണ്. നമ്മൾ ഇന്ന് പുതിയൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് KSRTC സ്റ്റാൻഡിൽ നിന്നാണ് അങ്ങോട്ടുള്ള ബസ്. അപ്പോൾ ഞങ്ങൾ ബസ്സിൽ കയറിയിരിക്കുകയാണ്. ഇനി നമുക്ക് പുതിയ കാഴ്ചകളിലേക്ക് പോകാം. എവിടെ എന്തെന്നാന്നൊക്കെ ഞാൻ വഴിയേ പറഞ്ഞു തരാം. ഒരു ലൈക്ക് അടിക്കാൻ മറക്കണ്ട. ഒരു കാര്യം കൂടി പറയട്ടെ, കോട്ടയത്തെ ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. കാണാത്തവർ ഒന്ന് കയറി കാണണേ. അങ്ങനെ ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. കോട്ടയത്തെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് ഈ കാണുന്നത്. ഇവിടെ ആരെങ്കിലും പോയിട്ടുണ്ടോ? ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് മണർകാട് പള്ളിയിലേക്കാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ മണർകാട് പള്ളിയിലെ കാഴ്ചകളും വിശേഷങ്ങളും. അപ്പോൾ വെൽക്കം ടു റോയി 3R വീഡിയോസ്. ഇതാണ് കോട്ടയത്തെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമായ സെൻറ്റ് മേരീസ് യാക്കോബായ സൊറിയാനി കത്തീഡ്രൽ. നമ്മളിപ്പം എത്തിയിരിക്കുന്നത് ഈ പള്ളിയിലേക്കാണ്. ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും. ഈ പള്ളിയിലേക്ക് വരാൻ നമുക്ക് മണർകാട് നിന്ന് ബസ് കിട്ടും. കുറഞ്ഞ കിലോമീറ്റർ ഉള്ളൂ, ഒരു 10 കിലോമീറ്ററിന് ചോടറ്റേ ഉള്ളൂ ഇങ്ങോട്ടുള്ള ദൂരം കോട്ടയത്ത് നിന്ന്. ഇവിടുത്തെ പ്രധാന പെരുന്നാൾ ദിനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ മാതാവിൻ്റെ മാസമായ സെപ്റ്റംബർ 1 മുതൽ 8 വരെയാണ്. അന്ന് ഇവിടെ ജനത്തിരക്കായിരിക്കും. അല്ലാത്തപ്പോഴും ഒരുപാട് ജനങ്ങളുള്ള സ്ഥലമാണേ. ആദ്യം തന്നെ നമ്മൾ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചു. നല്ല മനോഹരമായ ഒരു പള്ളിയാണ് കേട്ടോ അത്. ഉള്ളൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാനായിട്ട്. ഇവിടെ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. അതിലൊരു പുതിയ വിശേഷം, അല്ലെങ്കിൽ അവിടുത്തെ ഒരു പ്രധാന വിശേഷത്തിലോട്ട് നമ്മൾ കിടക്കാൻ പോവുകയാണ്. പള്ളിയുടെ മുന്നിൽ തന്നെയുള്ള ഈ കൽക്കുരിശ്, ഇതിനെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. പള്ളിയോളം തന്നെ പഴക്കമുള്ളതാണ് ഈ കൽക്കുരിശിനും. അതായത് ഒരു ആനയെ കൊണ്ട് വന്ന് കൽക്കുരിശ് നാട്ടാനാണ് ഇവിടെ തീരുമാനിച്ചത്. എന്നാൽ പുതുപ്പള്ളിയിൽ പോയപ്പോൾ ആനയെ കൂട്ടിക്കൊണ്ടുവരാൻ പോയപ്പോൾ അവർക്ക് നിരാശയായിരുന്നു ഫലം. തിരിച്ച് ഇടവകങ്ങൾ പള്ളിയിലെത്തിയപ്പോൾ ആ ആന അവിടെ വരികയും കുരിശ് നേരെ വയ്ക്കുകയും അതിൽ കുരിശിൻ്റെ പാദത്തിൽ തൊട്ട് നിൽക്കുകയും ചെയ്യുന്നൊരു കാഴ്ച, അത്ഭുതകരമായ കാഴ്ചയാണെന്ന് അവിടുത്തെ ജനങ്ങൾക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. കൽക്കുരിശിന് ചുറ്റും മെഴുകുതിരികൾ കത്തിക്കുന്നതാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. അതുപോലെ തന്നെ കുരിശിന് ചുറ്റും ശയനപ്രദക്ഷിണം ചെയ്യുന്നതും ഇവിടുത്തെ പ്രധാന വഴിപാടാണ്. പക്ഷേ അത് അധികവും പെരുന്നാൾ ദിനങ്ങളിലാണ് കാണാൻ കഴിയുക. ഞങ്ങളിവിടെ എത്തിയത് വൈകുന്നേരമാണ്. അതുമാത്രമല്ല ചെറിയ തോതിൽ മഴയും ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് മഴ നനയേണ്ടൊന്നും ആവശ്യം വന്നില്ല. ഞങ്ങൾ വന്നപ്പോഴത്തേക്കും മഴ ഒന്ന് പെയ്തു പോയിരുന്നു. യാക്കോബായ സൊറിയാനി സന്ധ്യാ നമസ്കാരം തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ പക്ഷേ അതിന് നിന്നില്ല കേട്ടോ. ഞങ്ങൾ കോട്ടയത്തോട്ട് തിരിച്ചെത്തണമല്ലോ. അപ്പം ഞങ്ങൾ വേഗം തിരിക്കുകയാണ് ചെയ്തത്. ഇതുണ്ടോ, മനോഹരമായ ഒരു കിണറുണ്ട് ഇവിടെ. എന്ത് ഭംഗിയല്ലേ കാണാൻ. നല്ല സ്ഥലമാണത്. അടിപൊളിയായില്ലേ? ഇത് മല അല്ലടി, ആ തീമാണ്. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ നിന്നും പുറത്തോട്ട് ഇറങ്ങി. ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. ഇതിനു മുന്നേ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. പോകാനാല് നമുക്ക് ഈ പള്ളിയിലേക്കുള്ള റോട്ടിൽ നിന്ന് വരികയാണെങ്കിൽ എൻട്രൻസ് വരുന്ന പിൻവശത്തൂടെ കേട്ടോ. പിൻവശത്തൂടെ വന്നിട്ട് കറങ്ങി മുൻവശത്ത് വരണം. അങ്ങനെയാണ് നമ്മൾ പള്ളീൻ്റെ ഉള്ളിലോട്ട് കയറാനൊക്കെ പറ്റും. സൈഡിൽ കൂടെ കയറാൻ പറ്റും. പിന്നെ നമുക്ക് റോട്ടിൽ നിന്ന് വരുമ്പോൾ പിൻവശത്തൂടെയാണ് നമ്മൾ പള്ളിയിലോട്ട് കിടക്കുക. എങ്ങനെ നമ്മുടെ വീഡിയോ ഇഷ്ടമായോ? മണർകാട് പള്ളിയിലെ വിശേഷങ്ങളും കാഴ്ചകളും ഇഷ്ടമായോ? നമ്മുടെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിച്ചുകൊണ്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. കോട്ടയത്തെ മറ്റൊരു കാഴ്ചയും വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. ബൈ റോയ്.